A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Aishwarya Institute of Nursing Sciences. Sri Vivekananda Padana Kendram, Palemad, Edakara. ചാലിയാർ പഞ്ചായത്തിലെ വന്യമൃഗശല്യം ശാശ്വത പരിഹാരത്തിന് എംപിയും എംഎൽഎയും ഇടപെടണമെന്ന് LDF. പഞ്ചായത്തിൽ വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും പ്രശ്നപരിഹാരത്തിന് കാര്യമായ ഇടപെടൽ നടത്തേണ്ട എംപിയും എംഎൽഎയും കാര്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്ന് LDF ചാലിയാർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ അടുത്ത കാലത്തായി ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് വന്യമൃഗങ്ങളിൽ നിന്നുണ്ടാകുന്നത്. മുമ്പ് കാലത്ത് നമ്മൾ ബൈക്കിലടക്കം പോകുന്ന ആളുകളെ മുന്നിലേക്ക് കാട്ടുപന്നി അടക്കം ചാടി ആളുകൾ മരണപ്പെട്ടിരുന്നു. പന്തിരായിരം വനമേഖലേൻ്റെ അപ്പുറത്തുള്ള പ്ലാന്റേഷനിൽ കാട്ടാന ജീവനക്കാരിയെ കൊലപ്പെടുത്തിയിരുന്നു. ഇപ്പോഴും പല ആളുകളും തലനാരിഴയ്ക്കാണ് ഈ വന്യമൃഗ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. രാവിലെ ഏറ്റവും കൂടുതൽ ടാപ്പിംഗ് തൊഴിലാളികളുടെ പ്രദേശം കൂടിയാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ടാപ്പിങ്ങിൽ രാവിലെ പോകുന്ന തൊഴിലാളികൾ പലപ്പോഴും ആനയുടെ മുന്നിൽപ്പെടുന്നത് ഇപ്പോൾ നിത്യസംഭവമായിട്ടുണ്ട്. തലനാരിഴയ്ക്കാണ് പല ആളുകളും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ രൂപത്തിലുള്ള ആക്രമണം ഉണ്ടായപ്പോഴും അവിടുത്തെ MLAയോ അതുപോലെ തന്നെ MPയെ പ്രീതിയോ അവരാരും തന്നെ ഈ പ്രദേശം വന്ന് കാണാനോ ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനോ മുന്നിട്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം കൂടി ഞങ്ങളിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഇരുട്ടുകൊണ്ട് ഓട്ടടയ്ക്കാനാണ് ചില ആളുകളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ശാശ്വതമായ പരിഹാരം അവിടുത്തെ ഈ കൃഷിക്കാരുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനുള്ള ശാശ്വതമായ പരിഹാരം അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി MLA MP അടക്കമുള്ളവർ രംഗത്തിറങ്ങണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നമുക്കറിയാം, വനാവകാശ നിയമം കേന്ദ്ര ഗവൺമെന്റിന്റെ അവർ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. അപ്പോൾ കേന്ദ്രത്തിൽ ഇത്രമാത്രം ഒരു നിയമ സംവിധാനത്തിന്റെ പോരായ്മയ്ക്കെതിരെ നിരന്തരമായി സംസാരിക്കാൻ അവിടെ ഇടപെടേണ്ട ആൾ MPയാണ്. അതുപോലെ തന്നെ കേരള നിയമസഭയിൽ ഇവിടുത്തെ ആളുകളെ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ട ഒരാൾ MLAയാണ്. എന്നാൽ MLA നിർഭാഗ്യവശമായി ഇത്രയും പ്രശ്നങ്ങൾ ചാലിയാർ പഞ്ചായത്തിൽ ഉണ്ടായിട്ടും അതേ അവിടെ വന്നു നോക്കുകയോ ആളുകളെ കൂട്ടിയോജിപ്പിക്കുകയോ അതിനുവേണ്ടിയുള്ള ഒരു ശാശ്വത പരിഹാരത്തിന് മുൻകൈ എടുക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. വന്യമൃഗശല്യം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ MP MLA ഫണ്ടുകളും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടുകളും ലഭിക്കണം. എന്നാൽ ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയ്ക്കായി വകയിരുത്തിയിട്ടുള്ള ഫണ്ട് നീക്കിവെക്കാൻ തയ്യാറാണ്. സംസ്ഥാന സർക്കാരും വനം വകുപ്പും ഇക്കാര്യത്തിൽ അനുഭാവപൂർണമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. നിലമ്പൂരിൽ 27.3 കിലോമീറ്റർ ഭാഗത്ത് വനം വകുപ്പ് സോളാർ വൈദ്യുതി തൂക്കുവേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഏറനാട്ടിലും ചാലിയാറിലും ഇക്കാര്യത്തിൽ എന്ത് നടപടികളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് MLA വ്യക്തമാക്കണം. ചാലിയാർ പഞ്ചായത്തിൻ്റെ 55% വനമാണ്. ബാക്കിയുള്ള 45% സ്ഥലത്താണ് ജനവാസയോഗ്യമായിട്ടുള്ളത്. ഇതിൽ 70% ജനങ്ങളും കൃഷി ഉപജീവനമാർഗം ആക്കിയവരാണ്. വന്യമൃഗശല്യം പരിഹരിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും LDF നേതാക്കൾ ആവശ്യപ്പെട്ടു. 12,000 വനമേഖലയിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ വരുന്നത് തടയാൻ സോളാർ വൈദ്യുതി തൂക്കുവേലികൾ അത്യാവശ്യമാണ്. ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. നിലമ്പൂർ നോർത്ത് DFOയെ നേരിൽ കണ്ട് പഞ്ചായത്തിലെ വന്യമൃഗശല്യത്തിൻ്റെ രൂക്ഷത ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 25-ന് 3 മണിക്ക് പഞ്ചായത്ത് ഹാളിൽ സർവകക്ഷി യോഗം ചേർന്ന് പ്രശ്നത്തിന് നടപടിയെടുക്കാമെന്നുള്ള കാര്യം DFO ഉറപ്പു നൽകിയിട്ടുണ്ട്. DFO പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. കാട്ടുപന്നി കാട്ടാന ആക്രമണങ്ങളിലായി 4 പേർ മരിച്ച പഞ്ചായത്താണ് ചാലിയാർ പഞ്ചായത്ത്. MPയും MLAയും ഇക്കാര്യത്തിൽ അവരുടെ പങ്ക് നിർവഹിക്കുക കൂടി ചെയ്താൽ പ്രശ്നപരിഹാരത്തിന് എളുപ്പമാകും. വാർത്താസമ്മേളനത്തിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P മനോഹരൻ, LDF പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ M വിശ്വനാഥൻ, PT ഉസ്മാൻ, പുഴിത്തറ ഷാഹുൽ ഹമീദ്, കല്ലട അബ്ദുൽ സമദ്, നിഷിദ് അകമ്പാടം എന്നിവർ പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ. Aishwarya Institute of Nursing Sciences. Indian
നഴ്സിംഗ് കൗൺസിൽ, കർണാടക നഴ്സിംഗ് കൗൺസിൽ, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഫോർ ഹെൽത്ത് ആൻഡ് സയൻസസ് അംഗീകാരങ്ങൾ. പ്രാക്ടിക്കലിന് മെഡിക്കൽ കോളേജും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും. ഫസ്റ്റ് ഇയർ മുതൽ IELTS ജർമ്മൻ ലാംഗ്വേജ് കോച്ചിംഗ്. കോഴ്സിന് ശേഷം UK, ജർമ്മനി പ്ലേസ്മെന്റ്. ഗേൾസ് ഓൺലി ക്യാമ്പസ്. ഹോസ്റ്റലും കോളേജും ഒരേ ക്യാമ്പസിൽ. വിദ്യാഭ്യാസ വായ്പാ സൗകര്യം. ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും കോളേജ് ബസ്സിൽ തന്നെ പോയി വരുന്നതിനുള്ള സൗകര്യം. ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്.